Hi friends, it's me Priya Hari Prasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ ഓർ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് ഇതിൽ നിന്നും എങ്ങനെ നമ്മുടെ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്തെടുക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, then come let's learn together. Let's begin the class. Derivation of demand curve from indifference curve and budget constraint. Okay. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ഉദാസീന വക്രം എന്ന് പറയാറുണ്ട് അല്ലെ? ഉദാസീന വക്രം. അതായത് ഇപ്പൊ ഒരു കൺസ്യൂമർ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, എക്സും വൈയും. അങ്ങനെ എക്സും വൈയും രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഇൻ ഓർഡർ ടു ബൈ മോർ യൂണിറ്റ്സ് ഓഫ് എക്സ് കൺസ്യൂമർ ഹാസ് ടു സാക്രിഫൈസ് സം യൂണിറ്റ്സ് ഓഫ് വൈ. അതായത് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി കൺസ്യൂമർ എന്ത് ചെയ്യും? കുറച്ച് കുറയ്ക്കും. അങ്ങനെ വൈ കുറച്ചിട്ട് എക്സ് കുറച്ച് കൂടുതൽ വാങ്ങിക്കും. അതല്ലെങ്കിൽ വൈ കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ കൺസ്യൂമർ എന്ത് ചെയ്യും? എക്സ് ഒന്ന് കുറച്ചിട്ട് വൈ കൂടുതൽ വാങ്ങിക്കും. അങ്ങനെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇൻകം എപ്പോഴും ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക അല്ലെ? അപ്പൊ അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം കൂട്ടിയും ഒരെണ്ണം കുറച്ചും അങ്ങനെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പക്ഷെ എങ്ങനെ വാങ്ങിയാലും ഓരോ സ്റ്റേജിലും ഓരോ പോലെ വാങ്ങിക്കും. ആദ്യം എക്സ് കൂട്ടി വൈ കുറച്ച് വാങ്ങിക്കും, പിന്നെ വൈ കൂട്ടി എക്സ് കുറച്ച് വാങ്ങിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യവും പല രീതിയിൽ വാങ്ങിക്കും. പക്ഷെ ഏത് ബണ്ടിൽ എങ്ങനെ വാങ്ങിച്ചാലും കൺസ്യൂമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു എന്ന് വരച്ച് കാണിക്കുന്ന കർവ് ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണെങ്കിൽ കൺസ്യൂമർ ഉദാസീനനാണ്, നിസ്സംഗതാ വക്രം എന്നൊക്കെ പറയും കേട്ടോ. ഉദാസീന വക്രം, നിസ്സംഗതാ വക്രം എന്നൊക്കെയാണ് മലയാളത്തിൽ പല ടെക്സ്റ്റുകളിൽ കാണുന്നത്. എന്ന് വെച്ചാൽ നിസ്സംഗനാണ്, ഉദാസീനനാണെന്ന് പറഞ്ഞാൽ എന്താ? ഹീസ് ഇൻഡിഫറന്റ്, വ്യത്യാസമില്ല. എങ്ങനെ വാങ്ങിച്ചാലും ആൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? സെയിം ആണ്. മനസ്സിലായി? അത് വരച്ച് കാണിക്കുന്ന കർവ് ആണ് ഇൻഡിഫറൻസ് കർവ്. ഇതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കൂ, ഇതിപ്പോ x1 x2 അല്ലെങ്കിൽ എക്സും വൈയും അങ്ങനെ ഏതായാലും ഒരെണ്ണം കൂടുതൽ വാങ്ങിക്കുന്നു, ഒരെണ്ണം കുറവ് വാങ്ങിക്കുന്നു. ഇങ്ങനെ ഏത് പോയിന്റിൽ നിന്നും പർച്ചേസ് ചെയ്താലും കൺസ്യൂമർക്ക് സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അതാണ് ഇൻഡിഫറൻസ് കർവ്. അത് നമ്മുടെ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട് നമുക്ക് ഇൻഡിഫറൻസ് കർവിന് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ. എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്? അതായത് കൺസ്യൂമറുടെ ഇൻകവും അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലയും അല്ലെ, ഇത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ലൈൻ ഉണ്ടാവും, ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ഓരോ ഫാമിലിക്കും, ഓരോ വ്യക്തിക്കും, ഓരോ ഫേമിനും ഒരു ബഡ്ജറ്റ് ഉണ്ട്. അവരവർക്കുള്ള ഇൻകം അനുസരിച്ചിട്ടും സാധനങ്ങളുടെ വില അനുസരിച്ചിട്ടും നമ്മളൊരു എന്താ പറയുക, നമുക്ക് ശരിക്കും ഒരു ലൈനാണത്. അവിടെ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ വാങ്ങിക്കുള്ളൂ. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് എത്ര ഇൻകം ഉണ്ട്, സാധനങ്ങൾക്ക് എത്ര വിലയുണ്ട്, ആ ഇൻകവും വിലയും അനുസരിച്ച് നമ്മളൊരു കണക്കിടും അല്ലെ? അതിനാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ഇൻകവും പ്രൈസും അനുസരിച്ചിട്ട് കൺസ്യൂമർ ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് ആരും പോവില്ല, കൺസ്യൂമർ പോവില്ല സാധനങ്ങൾ വാങ്ങിക്കാൻ. കാരണം എന്താ? ഇൻകം അത്രയേ ഉള്ളൂ, സാധനങ്ങളുടെ വില അനുസരിച്ചിട്ട് ഇത്രയും വാങ്ങിക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു ലൈൻ ഉണ്ടെങ്കിൽ പിന്നെ അതിലപ്പുറത്തേക്ക് പോവില്ല. പക്ഷെ അകത്ത് ഇങ്ങോട്ടേക്ക് വരാം. കാരണം ഈ ലൈനിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ 1000 രൂപ ബഡ്ജറ്റ് ഇട്ടിട്ട് അതിനേക്കാൾ കുറവ് നമുക്ക് വാങ്ങിക്കാം, പ്രശ്നമില്ല. നമ്മുടെ കയ്യിൽ ബാലൻസ് എമൗണ്ട് ഉണ്ടാവുക ചെയ്യാം അല്ലെ? പക്ഷെ അതിനേക്കാളും മുകളിലേക്ക് നമ്മൾ പോവില്ല അല്ലെ? 1000 രൂപ ബഡ്ജറ്റിന് ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് 2000 രൂപയിലേക്ക് പോവോ? ഇല്ല. ഓക്കെ, അതാണ് ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ഈ രണ്ടും കൂടെ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അതായത് രണ്ട് ഗുഡ്സ് കൂട്ടിയും കുറച്ചും വാങ്ങിക്കുകയും ചെയ്യും. പക്ഷെ ആളെ എവിടെ നിന്നുകൊണ്ട് തന്നെ വാങ്ങിക്കും? ഈ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ വാങ്ങിക്കും അല്ലെ? അപ്പോ അതാണ് ഈ ടാൻജൻസി പോയിന്റ് ബിറ്റ്വീൻ ദ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ്. ആരൊക്കെ തമ്മിലുള്ള ടാൻജൻസി പോയിന്റ്? ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിലുള്ള ടാൻജൻസി പോയിന്റ് അതാണ്. ആളുടെ ബഡ്ജറ്റിനനുസരിച്ച് എന്നാൽ കിട്ടാവുന്നതിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്തു. അപ്പൊ അത് രണ്ടും കൂട്ടിമുട്ടുന്നിടത്താണ് ഇവിടെ ആര് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ ആളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് എന്നാൽ കിട്ടാവുന്നതിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന രീതിയിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അത് വരച്ചു കാണിക്കുന്നതാണ് ഈ ബഡ്ജറ്റ് ലൈനിന്റെയും ഇൻഡിഫറൻസ് കർവിന്റെയും എന്തെന്ന് പറയുന്നത്? ടാൻജൻസി പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ സെഷനിലുണ്ട് കേട്ടോ. അപ്പം കൺസ്യൂമർ ഇക്വിലിബ്രിയം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അങ്ങനെ ഉണ്ട് നമുക്ക്. പക്ഷെ ഇതിപ്പോ ഞാൻ ബേസ് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. കാരണം നമ്മൾ എങ്ങനെ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും
ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്തെടുക്കണോ എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ബേസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡയറക്ട്ലി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. എന്താണ് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, അതിന് നമുക്ക് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഡയഗ്രാം, അതിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, തിയറിറ്റിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഡയഗ്രാം അതിന്റെ ഇതുമാണ്, ഡെറിവേഷൻ അല്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതാണ് ഡയഗ്രാം. അതിൽ 2 പാനൽ ഉണ്ടാവും. വി ഹാവ് 2 പാനൽസ്, അതായത് അല്ലെങ്കിൽ 2 സെഗ്മെന്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അല്ലെ. അപ്പർ പോർഷനും ലോവർ പോർഷനും, അങ്ങനെ 2 സെഗ്മെന്റ്സ്, 2 പാനൽ ഉണ്ട് ഈ കർവിന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് കാണിക്കുന്നത്, കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എന്ന് വെച്ചാൽ എങ്ങനെ ഓരോ സ്റ്റേജിലും കൺസ്യൂമർ എന്താ പറയാ ബഡ്ജറ്റ് അനുസരിച്ച് ഇൻഡിഫറൻസ് കർവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്ര ലഭിക്കുമോ അത്രയും വാങ്ങിച്ച് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന ഒരു പൊസിഷനാണ് കാണിക്കുക. എന്നിട്ട് ആ ഇക്വിലിബ്രിയത്തിൽ നിന്നും ഡോട്ട് ഇട്ട് താഴെ വരച്ചിട്ടാണ് ഡിമാൻഡ് കർവ് നമ്മൾ എന്ത് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പൊ 2 പാനൽ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, എക്സാമിന് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഹെഡിങ് ഉണ്ടാവണം. എന്തിന്റെയാണോ ഡയഗ്രാം വരയ്ക്കുന്നത് അതിന്റെ ഹെഡിങ് വളരെ വൃത്തിയായിട്ട് തന്നെ മുഴുവൻ തന്നെ എഴുതിയതിനു ശേഷം അണ്ടർലൈൻ ചെയ്യണം. അതേപോലെ തന്നെ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒറിജിൻ ഇതെല്ലാം മാർക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എക്സ് ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, വൈ ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, അതുപോലെ ഓരോ കർവ് ഉണ്ടെങ്കിൽ അതിന് പേര്, അങ്ങനെ ഓരോ പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് പേര്, അതൊക്കെ വളരെ വൃത്തിയായിട്ട് കടുപ്പിച്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, പല കുട്ടികളും ചിലപ്പോൾ ഇങ്ങനെ വരച്ച് വെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. വെറുതെ വരച്ചിട്ട് എക്സ് ആക്സിസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്. അത് എന്താ പറയാ, അത് കംപ്ലീഷൻ അല്ല അത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാം. ഈ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ എന്ന് വെച്ചാൽ എ ബി വേണമെങ്കിൽ പേര് കൊടുക്കാം. എ എന്ന് പറയുന്ന പാർട്ടിൽ എന്താണ് ആദ്യം കാണുന്നത്. അപ്പൊ എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് ഗുഡ് 2, വൈ ആക്സിസ് റെപ്രസെന്റ്സ് ഗുഡ് 1. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി 2 ഗുഡ്സിന്റെ കാര്യം നമ്മൾ പറയാ അല്ലെ. അപ്പൊ ഗുഡ് 2ഉം ഗുഡ് 1ഉം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം. എക്സും വൈയും കൊടുക്കാം, x1ഉം x2ഉം കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഗുഡ് 2ഉം ഗുഡ് 1ഉം കൊടുത്തിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 2 ഗുഡ് ഉണ്ട്. ഓക്കെ, അതിൽ കൺസ്യൂമർക്ക് ഓരോ ബഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം കൺസ്യൂമറുടെ 3 സ്റ്റേജസ് ഓഫ് കൺസംഷൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ആദ്യം x1 എന്ന് പറയുന്ന ഒരു കൺസംഷൻ സ്റ്റേജ് ആണ്. ഇവിടെ ഇതാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്, x1 കേട്ടോ. കൺസ്യൂമറുടെ x1 എന്ന ബഡ്ജറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഇത്രയാണ് ആള് സാധനം വാങ്ങിക്കുന്നത്. ആ വാങ്ങിക്കുന്ന സമയത്ത് കൺസ്യൂമർ എങ്ങനെ വാങ്ങിച്ചു, ബഡ്ജറ്റിനനുസരിച്ച്. അതുപോലെ ഇൻഡിഫറൻസ് കർവ് അല്ലെ യൂസ് ചെയ്തിട്ട്. എന്താന്ന് വെച്ചാൽ ഒരു ഗുഡ് കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഒരു ഗുഡ് കുറച്ചൊക്കെ വാങ്ങിച്ച് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നേടുക, അതാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റ് ആണിത്. അവിടെ നിന്ന് നമ്മൾ ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് താഴോട്ട് ഡോട്ട് വരച്ചിടുക. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റേജ് ഓരോ സ്റ്റേജിലെ കൺസ്യൂമറുടെ. ഓക്കെ, അടുത്ത സ്റ്റേജ് ആണ് x2 എന്ന് പറയുന്ന ബഡ്ജറ്റ്, അല്ലെങ്കിൽ x2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. x2 എന്ന് വെച്ചാൽ ഒരു എമൗണ്ട് ഓഫ് ഇത്ര എമൗണ്ട്, ഇവിടെ നിന്ന് ഇത്ര എമൗണ്ട് x1ഉം ഇത്ര എമൗണ്ട് എന്താ പറയാ x2, ഇത്ര എമൗണ്ട് എന്താണ് x2ഉം ഗുഡ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോറി ഇവിടെയാണ് കേട്ടോ x1, ഇത് x2, ഇത് x3 ആണ്. പേര് മാറിപ്പോയതാണ്. ഓക്കെ, സോറി. ഓക്കെ, ഇത് തന്നെയാണ്, ഇത് x1, x2, x3 കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോറി. അപ്പൊ ഇനി എന്താണ് കൺസ്യൂമർ എങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്തി, ഇൻഡിഫറൻസ് കർവ് 1, അതില് ആളുടെ ബഡ്ജറ്റിനനുസരിച്ച് 2 ഗുഡ്സ് കൂട്ടിയും കുറച്ചും വാങ്ങിച്ചു, അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്തി. അത് നമ്മൾ ഡോട്ട് ഇട്ടു. അടുത്ത സ്റ്റേജിൽ ആള് വാങ്ങിച്ചത് ഇത്രയാണ്, x2 ആണ്. അതായത് ആളുടെ ബഡ്ജറ്റ് ഇതാണ്. അതിന് ഈ ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ ഡയറക്ട്ലി താഴോട്ട് വരച്ചു. അതേപോലെ തന്നെ തേർഡ് വൺ എന്താ പറയാ, IC3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ്, 3ാമത്തെ ബഡ്ജറ്റ് ആളുടെ, ആ ബഡ്ജറ്റ് അനുസരിച്ച് സാധനം വാങ്ങിച്ചു. അതിന് നമ്മൾ ഡയറക്ട്ലി താഴോട്ട് ഡോട്ട് വരച്ചിട്ടു. ഓക്കെ, ആ ഡോട്ട് വരച്ചിട്ട ശേഷം നമ്മള് ആ ഡോട്ടിലൂടെ പാസ് ചെയ്യുന്ന എന്താണ് ഡിമാൻഡ് കർവ്. ആ ഡോട്ടിലൂടെ പാസ് ചെയ്യുന്ന ഡിമാൻഡ് കർവ്. അപ്പൊ കൺസ്യൂമറുടെ ഡിമാൻഡ് എങ്ങനെ നമുക്ക് മനസ്സിലായി, മുകളിൽ നിന്നും നമ്മള് ബഡ്ജറ്റ് ലൈനും അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും രണ്ടും ടാൻജന്റ് ചെയ്യുന്ന പോയിന്റില് ആണ് ഇക്വിലിബ്രിയം കൺസ്യൂമറുടെ. ആ കൺസ്യൂമറുടെ ഓരോ പൊസിഷനിലെ ഇക്വിലിബ്രിയം ഡയറക്റ്റ് ഡോട്ട് താഴെ വരച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നും ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു, ജോയിൻ ചെയ്ത് എടുത്തു. മനസ്സിലായോ? ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്ത് എടുത്തു. അപ്പൊ ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കൺസ്യൂമർ എങ്ങനെ കൺസ്യൂമറുടെ ഇൻകം അനുസരിച്ചിട്ടും സാധനങ്ങളുടെ വില അനുസരിച്ചിട്ടും, എന്നാൽ ഒരെണ്ണം കൂടുതലും കുറച്ചും ഒക്കെ വാങ്ങിയാലും സാറ്റിസ്ഫാക്ഷൻ മാക്സിമം നിലനിർത്തിക്കൊണ്ടും
എങ്ങനെ വാങ്ങിച്ചു, അതിൽ നിന്നും നമ്മൾ ഡിമാൻഡ് കർവ് കണ്ടോ, ഈ ഒരു ഇതിലൂടെ പാസ് ചെയ്യുന്ന ഡിമാൻഡ് കർവ്, ഈ 3 ഇതിലൂടെയും പാസ് ചെയ്യുന്ന ഡിമാൻഡ് കർവ് നമ്മൾ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ കൺസ്യൂമർ എങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചത്, ബഡ്ജറ്റിനനുസരിച്ചിട്ടും ഒരു സാധനം കൂട്ടിയും കുറച്ചും അല്ലെ, സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തിക്കൊണ്ടും, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തിക്കൊണ്ടും ആള് വാങ്ങിച്ചു. അതിൽ നിന്നും പോയിന്റ് മാർക്ക് ചെയ്ത് നമ്മൾ ഡിമാൻഡ് കർവ് വരച്ചെടുത്തു. അപ്പൊ ഈ ഡിമാൻഡ് ഉണ്ടായത് എങ്ങനെയാണ്, കൺസ്യൂമറുടെ ഇൻകത്തിൽ നിന്നും അതേപോലെ തന്നെ, അതായത് ബഡ്ജറ്റിൽ നിന്നും, ബഡ്ജറ്റ് ലൈനിൽ നിന്നും ഇൻഡിഫറൻസ് കർവിൽ നിന്നും. എന്ന് വെച്ചാൽ അതിനർത്ഥം വെറുതെ ഡിമാൻഡ് ഉണ്ടാവണില്ല, ഓരോരുത്തരും അവരവരുടെ ഇൻകം അനുസരിച്ചിട്ടും ബഡ്ജറ്റ്, ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റ് ഉണ്ടാവും, സാധനങ്ങളുടെ വില അനുസരിച്ചിട്ടൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഇടും. ഇത് രണ്ടും അനുസരിച്ചിട്ട് സാധനങ്ങൾ എങ്ങനെ വാങ്ങിക്കുന്നു, അങ്ങനെയാണ് ശരിക്കും ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്ത് വരുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം വേറെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, വെറുതെ ഒരു സാധനങ്ങൾക്ക് വില കൂടി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പ്രതികരിക്കാറില്ല. കാരണം നമ്മുടെ ഇൻകം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ആ ബഡ്ജറ്റ്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുകയും ചെയ്യും. പിന്നെ 2 ഫുഡ് വരുന്ന സമയത്ത് നമ്മൾ ഒരെണ്ണം കൂടുതൽ ഒരെണ്ണം കുറച്ച്, ഇങ്ങനെ ഒരു സെലക്ഷൻ ഒക്കെ ഉണ്ട്. എങ്ങനെയായാലും നമ്മൾ എന്തിനു ശ്രമിക്കും, സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ ലിമിറ്റഡ് ഇൻകം ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അങ്ങനെ വാങ്ങിക്കും. അപ്പൊ അതിൽ നിന്നും എങ്ങനെയാണ് ഡിമാൻഡ് ഡിറൈവ് ചെയ്തത്, ഇതല്ലേ ശരിക്കും ഒരു കൺസ്യൂമറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് എന്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് ശരിക്കും ആക്ച്വലി ഒരു കൺസ്യൂമറിന്റെ ഡിമാൻഡ്, ആളുടെ ഇൻകം, ബഡ്ജറ്റ്, അതേപോലെ തന്നെ 2 സാധനങ്ങൾ അത് കൂട്ടുക കുറയ്ക്കുക, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ഇതിൽ നിന്നും ഇതിന്റെ എല്ലാം ടാൻജൻസി, അതിൽ നിന്നുമാണ് ഡിമാൻഡ് കർവ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ താഴത്തെ ഇതില് നമ്മൾ ഇതേ മുകളിലത്തെ അതേ മാർക്കിന് x1, x2, x3 അങ്ങനെ ക്വാണ്ടിറ്റി ആണത്. ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയല്ലേ നമുക്ക് വരിക ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്നും ഈ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിമാൻഡ് കർവ് കിട്ടുന്നത്. ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് തന്നെയാണ് നോർമൽ ഗുഡ്സിന്റെ കേസിൽ. ഓക്കെ, എക്സെപ്ഷണൽ കേസസിൽ മാത്രമേ അപ്വേർഡ് വരുള്ളൂ. അപ്പൊ ഇത് ആളുടെ ഇൻകവും ഒന്നുകൂടെ പറയാണ്, കൺസ്യൂമറുടെ ഇൻകം, ആളുടെ പ്രൈസ് അനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ്, പിന്നെ 2 സാധനങ്ങൾ കൂട്ടിയും കുറച്ചും വാങ്ങിക്കുക, ഇൻഡിഫറൻസ് കർവ് അല്ലെ, സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക. ഇങ്ങനെ എല്ലാ ഉപാധികളും വെച്ചുകൊണ്ടാണ് കൺസ്യൂമർ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ഡിമാൻഡ് ശരിക്കും, അതിൽ നിന്നുമാണ് ഡിമാൻഡ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഓരോരുത്തരുടെയും. അല്ലാതെ ഇതിനെല്ലാം സ്ഥാനമുണ്ട്, കറക്റ്റ് അല്ലേ, ഇതിനെല്ലാം പ്രസക്തിയുണ്ട്, ഇതിനെല്ലാം ഇൻഡിഫറൻസ് കർവിനും അതേപോലെ തന്നെ ബഡ്ജറ്റിലായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഈ ക്ലാസ് ശ്രദ്ധിച്ച് ഒരു 2-3 ടൈം കേൾക്കുക. എന്നിട്ട് ഈ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ 2 സെക്ഷൻസ് ഉണ്ട്. അതില് ഫസ്റ്റ് സെക്ഷനിൽ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനിന്റെയും ടാൻജൻസി ആണ് കാണിക്കുന്നത് അല്ലെ, കൂട്ടിമുട്ടുന്നതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ഓരോ പൊസിഷനിൽ. IC1 ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവ്, IC2 സെക്കൻഡ് ഇൻഡിഫറൻസ് കർവ്, IC3 തേർഡ് ഇൻഡിഫറൻസ് കർവ്, X1, X2, X3 3 ബഡ്ജറ്റ് ലൈൻ ആണ് കൺസ്യൂമറുടെ 3 സ്റ്റേജസിൽ. അങ്ങനെ ഓരോ സ്റ്റേജിലും സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നു, ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. അത് നമ്മൾ ആ ഡോട്ടഡ് ലൈൻ താഴേക്ക് താഴോട്ട് ജോയിൻ ചെയ്യിച്ച് അതിൽ നിന്നും ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നു. കാരണം ഒരു കൺസ്യൂമറുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യുന്നത് ആളുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ ആളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അങ്ങനെ അതിൽ നിന്നും തന്നെയാണ് ഡിമാൻഡ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ താഴത്തെ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റിയും വൈ ആക്സിസിലെ പ്രൈസും അല്ലെ, മുകളിലാണെങ്കിൽ ഗുഡ് 2ഉം ഗുഡ് 1ഉം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ അപ്പൊ ഇങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നോട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. വീണ്ടും ഇതേപോലെ വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.